അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ്. പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെയുണ്ട്. പിന്നെ എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്താണെന്നറിയാവോ, കുറേ പേർക്കൊക്കെ അറിയാം കേട്ടോ, അറിയാൻ വയ്യാത്തവരും ഉണ്ട്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നമുക്കിന്ന് സെറ്റും മുണ്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അറിയാൻ വയ്യാത്തവർ ഇഷ്ടമാതിരി ആൾക്കാരുണ്ട്. അറിയാൻ വയ്യാത്തവർ ചുമ്മാതെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് വാരി വലിച്ച് കുത്തിയിട്ട് ഓടുന്ന ആൾക്കാരുണ്ട്. പിന്നെ നല്ല ഭംഗിയായിട്ട് ഇപ്പം ഞാൻ ഉടുക്കുന്നതിലും നല്ല ഭംഗിയായിട്ട് ഉടുക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഞാൻ ഉടുക്കുന്ന രീതി എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പൂച്ച പോകുന്നുണ്ടോ ഇതിലെ കൂടെ? പൂച്ചയുടെ അഹങ്കാരം കണ്ടു. പൂച്ച മതിൽ വഴി നടന്നു വരുന്നു. താഴെ കൂടെ പോകാൻ കഴിയില്ല, എന്നിട്ട് മതിൽ വഴി പോകുന്നു. ബുദ്ധിയുള്ള പൂച്ചയല്ലേ. അതൊക്കെ പോട്ടെ. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിന്ന് സെറ്റും മുണ്ട് കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഗാർഡനെല്ലാം വൃത്തിയാക്കിയെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഫുള്ള് വൃത്തിയാക്കിയിട്ട് നിങ്ങളെ കാണിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഒന്ന് കാണിക്കാമെന്നും വെച്ചിട്ട് എടുത്തതാണ്. കണ്ട, ഇതെല്ലാം ഭയങ്കര പണിയായിരുന്നു. ഒരു തച്ചിൻ്റെ പണിയുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എന്താ വൃത്തിയാക്കി. ഇത് കണ്ടോ, ഈ താഴെ ഞാൻ കുറേ അതാ ഇത് ഇച്ചിരിയും കൂടെ വളർന്നിട്ടുണ്ട് കേട്ടോ, മുട്ട് കണ്ടോ. അപ്പം എന്താ, ഈ 10 മണി എല്ലാം പോയതായിരുന്നു. അതിനെ എല്ലാം വലിച്ച് പറിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് ഞാൻ അതിനെ എല്ലാം എന്താ നട്ട് വെച്ചിരിക്കുവാണ്. പിന്നെ നമ്മുടെ ചട്ടിക്കകത്താണെങ്കിലും നമ്മൾ കുറച്ച് നാൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴത്തേക്കും, കുറച്ച് ദിവസം മതി, നാൾ വേണ്ട, ശ്രദ്ധിക്കാതിരിക്കുമ്പോഴത്തേക്കും ചട്ടിക്കകത്തൊക്കെ നിറച്ച് പുല്ല് വരും. അപ്പം എന്താ അതെല്ലാം ഞാൻ പറിച്ച് എല്ലാ ചട്ടിയും നല്ല ക്ലീൻ ചെയ്തെല്ലാം വെച്ച് വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയാക്കി എല്ലാം കേട്ടോ. ഗാർഡനെല്ലാം വൃത്തിയായി. ഇനി വൃത്തിയാക്കാനൊന്നുമില്ല. അപ്പോൾ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇന്നലെ വൈകിട്ട് നല്ല ആട്ടിപ്പൊളി മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ മഴയുടെ. അപ്പം ഞാൻ എല്ലാത്തിനും ഇതുപോലെല്ലാം ചാഞ്ഞെല്ലാം കിടന്നതിനെല്ലാം എന്താ കമ്പ് നാട്ടി എല്ലാം സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെടിയെല്ലാം നല്ല ഭംഗിയായി കണ്ടോ. ദൂരെ നിന്ന് കാണിച്ചു തരാവേ. അടുത്താകുമ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകത്തില്ല. കണ്ടോ, ഇതാ ഈ ചെടി കണ്ടോന്നേ. ഇത് എത്ര നമ്മളിവിടുത്തെ ഇത് പറിച്ച് കളഞ്ഞാലും ഉണ്ടല്ലോ, ഇതിൻ്റെ വിത്ത് വീണിട്ട് പുതിയ പുതിയ ചെടി ഉണ്ടായിട്ട് എപ്പോഴും ഇതിനിവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. പക്ഷെ ഒരു കാര്യമാണ് കേട്ടോ, ഈ നമ്മൾ കാറ് ഇങ്ങോട്ട് കയറ്റുമ്പോഴത്തേക്ക് ഗേറ്റ് ഇങ്ങനെ നീക്കിയാലും ശരി ഈ ചെടി മുറിയത്തില്ല. അഥവാ 2-3 തണ്ടൊക്കെ മുറിഞ്ഞു പോയാലും ശരി ഇവൻ ഇവിടെ തന്നെ ഇങ്ങനെ പിടിച്ച് വളരും കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ കിടക്കുന്ന കാണാം. അതുകൊണ്ട് എനിക്കിതിനെ ഒന്നും പറിച്ച് കളയാനായിട്ട് അത്ര മനസ്സും തോന്നിക്കുന്നില്ല. ഇതായത് കണ്ടോ, അതിൽ നിറച്ച് പൂവുണ്ട് കണ്ടോ. ഇതന്ന് സുപ്രിയ പറഞ്ഞായിരുന്നു, സുപ്രിയയുടെ വീട്ടിലും ഉണ്ടെന്ന്. ഇഷ്ടമാതിരി ഇപ്പം നമ്മൾ ഈ വളമൊക്കെ ഇടുന്നുണ്ട് ഇതിങ്ങനെ നിൽക്കുന്ന കേട്ടോ. 2 ആഴ്ച കൂടുമ്പോൾ വളം ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിങ്ങനെ പൂത്തിങ്ങനെ എപ്പോഴും നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കണക്കാം. ഇനി അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാൻ വൃത്തിയാക്കിയത്. എനിക്കിവിടെ ഒരു മുള ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. 10 മണിയൊക്കെ എനിക്ക് ഇഷ്ടമാതിരി കളറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുഴപ്പമില്ലാതെ നിൽക്കുന്നതാണ്. പിന്നെ ഒരുമാതിരി പുല്ലൊക്കെ കയറിയതിനെയൊക്കെ പറിച്ച് രണ്ടാമത് നട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാവേ. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഈ സൈഡും എല്ലാം ഞാൻ വൃത്തിയാക്കി. ആദ്യം ഞാൻ വൃത്തിയാക്കിയത് നമ്മുടെ ആമ്പൽക്കുളമായിരുന്നു. ആമ്പൽക്കുളത്തിൽ അന്ന് ജീന ഇതുപോലെ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു, നിറച്ച് പായലായിരുന്നു. അതിനെല്ലാം ഞാൻ വാരിക്കളഞ്ഞു കേട്ടോ. വാരിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പൂ വരത്തുള്ളൂ, അല്ലെങ്കിൽ പൂ വരത്തില്ലതാ പൂവുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡും എല്ലാം നല്ലതായിട്ട് നല്ല വൃത്തിയാക്കി. ഈ സൈഡിൽ നിൽക്കുന്ന ചട്ടിക്കകത്തും എല്ലാം നിറച്ച് പുല്ലും ഒക്കെ ആയിരുന്നു. എല്ലാം പറിച്ച് വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിറച്ച് കോളാമ്പി ഉണ്ടായിരുന്നു കേട്ടോ. 4 ചോട് കോളാമ്പി ഉണ്ടായിരുന്നു. ആ 4 ചോട് കോളാമ്പിയിൽ 2 എണ്ണത്തിനെ ഞാൻ വെട്ടി ചെറുതാക്കി അങ്ങ് എല്ലാം കൂടെ. ഒന്നാമത് ഇവിടെ കമ്പിന് ഭയങ്കര ക്ഷാമമായതുകൊണ്ട് കമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 ചോടിനെ വെച്ച് ബാക്കിയെല്ലാം എന്താ മുട്ടയടിച്ച് ചെറുതാക്കി നിർത്തി. ഇത് കാണിച്ചു തരാം. ഇതുണ്ട്, ഇതിനെയൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ചെറുതാക്കി നിർത്തി. അതിന് 2 കമ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അതിനെയൊക്കെ നേരെയാക്കി നിർത്തി. ആഹാ,
രാവിലെ അത് തേൻ കുടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ഗാർഡനകത്ത്. കണ്ടോ, നമ്മുടെ ബട്ടർഫ്ലൈ കണ്ടോ എത്തിയിട്ടുണ്ട്. കണ്ടോ, കുടിക്കട്ടെ പാവം. നമുക്ക് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്തോ ഒരു മനസ്സിന് എന്തൊരു സന്തോഷമല്ലേ. മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഗാർഡനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം കുറച്ച് മാറിക്കിട്ടുമല്ലേ. സത്യത്തിൽ ഈ പൂവിനെ ഒക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ കണ്ട ഇവിടെ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ട ഇതിനിങ്ങനെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് നല്ല സൗകര്യമാണ് ചെടി വെക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഇവിടെ എല്ലാം എടുത്ത് വെച്ച് ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു തച്ചിൻ്റെ പണിയായിരുന്നു കേട്ടോ. ഇതെല്ലാം ചെയ്ത് വന്നപ്പം അവശതയായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ. പക്ഷേ നമ്മൾ ഒരാളെ നിർത്തി ചെയ്യിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇതൊക്കെ ചെയ്യണം, എന്നാലേ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ചെയ്യുന്നതല്ലേ ഇത്. അപ്പം നമ്മളെല്ലാം ചെയ്തിട്ട് നമ്മളിങ്ങനെ മുറ്റത്തോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും എല്ലാം ചെയ്തു നല്ല ഭംഗിയുണ്ട് എന്ന് നമ്മുടെ മനസ്സിലൊരു തോന്നലും കൂടെ നമുക്ക് കിട്ടുമല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഗാർഡൻ. എപ്പോഴും ഗാർഡൻ കാണിച്ച് നിങ്ങളെ അങ്ങ് മുഷിപ്പിക്കുകയെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്കത് നമ്മുടെ കൂട്ടുകാരെ കാണിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ മാങ്ങ കിടപ്പുണ്ട് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്. ഈ മാങ്ങ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതൊന്നും ആയിട്ടില്ല. ഇത് പഴുപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആയിട്ടില്ല. പക്ഷേ ഇച്ചിരിയും കൂടെ കഴിയുമ്പോഴാണെങ്കിൽ ഇത് പുഴുവാകും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നോക്കാമെന്നും വെച്ചിട്ട് ഞാൻ ഇട്ടിരിക്കുക. അധികം ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. കാരണം നമ്മൾ മാവിൻ്റെ ചില്ലയൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞില്ലേ, അതുകൊണ്ട് കുറച്ചൊക്കെ ഉള്ളൂ. ഇതാ ഈ ചെടി കണ്ടിട്ടുണ്ടോ? ഇതുണ്ടോ, ഇതിൽ നിറച്ച് പൂവുണ്ട് കണ്ടോ. ഇതെനിക്ക് കമ്പ് കുത്തി കൊടുത്ത് എനിക്ക് കെട്ടി വെക്കാൻ ഇഷ്ടമില്ല. ഇതിങ്ങനെ പടന്ന് നിൽക്കുന്നതന്നല്ലേ ഭംഗി. അതുകൊണ്ട് ഞാൻ അതിനെ കെട്ടി വെക്കാനൊന്നും പോയില്ല. കണ്ട, ഇന്ന് രാവിലെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണ്ടേ നമുക്ക്. അപ്പം പൂരിക്കൊരു കിഴങ്ങ് കറി വെച്ചു. കിഴങ്ങ് കറി ഇത് ഉരുളക്കിഴങ്ങും സബോളയും പച്ചമുളകും 2-3 ഗ്രീൻ പീസും ഒക്കെ കൂടി ഇട്ട് ഒരു കറി. പിന്നെ ഒരു ശകലം തേങ്ങയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ പെരിഞ്ജീരകം മാത്രമേ അരച്ചിട്ടുള്ളൂ ചേർത്ത് അങ്ങനെ എടുത്തിരിക്കുന്ന കറിയാണ്. ഈ കറിക്ക് വേണമെങ്കിൽ കടുക് താളിച്ചു കൊടുക്കാം, ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നേ, നമുക്ക് കഴിക്കാനല്ലേ അല്ലേ. അതുകൊണ്ട് ഞാൻ കടുക് താളിച്ചിട്ടില്ല കേട്ടോ. കടുക് വേണമെങ്കിൽ താളിക്കാം. നല്ല സൂപ്പർ കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും പൂരിയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ കറിയാണ്. അപ്പം എല്ലാവർക്കും രാവിലത്തെ ഫുഡൊക്കെ എല്ലാവരും ഉണ്ടാക്കിയോ? എല്ലായിടത്തും മഴയൊക്കെ ആയിരുന്നോ? പിന്നെ ഞാൻ ബാക്കി പൂരിയും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കട്ടെ എന്ന് പറയാം. ബാക്കി പൂരിയും കൂടെ ഒക്കെ ഞാൻ ഉണ്ടാക്കട്ടെ. അല്ല നമ്മുടെ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കുവേ സമയം പോകും. ഇപ്പം മണി 8:45 പക്ഷെ നമ്മൾ പൂരിയല്ലേ പെട്ടെന്ന് കഴിയും. രവിചേട്ടൻ കാപ്പി കുടിക്കാൻ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇരുന്ന് കഴിയുമ്പോഴേ ഞാനിത് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖമില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ ബാക്കിയും കൂടെ. അപ്പോൾ എനിക്കിന്ന് വലിയ ജോലികളൊന്നും ഇല്ല കേട്ടോ. ഇന്നലത്തെ കുറച്ച് കറികളും ഒക്കെ ഇരിപ്പുണ്ട്. ഇന്നലെ നമ്മൾ മത്തിയും മാങ്ങയും കൂടെ വെച്ച കറി ഇരിപ്പുണ്ട്. പിന്നെ എന്തുവായിരുന്നു, പുളിശ്ശേരി ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഒരു കോവയ്ക്ക് മെഴുക്കുവരട്ടി മാത്രം വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ കോവയ്ക്ക് മെഴുക്കുവരട്ടി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് ചിക്കനും മട്ടനും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പം എനിക്ക് പിന്നെ അതൊന്നും വേണ്ടാത്തതുകൊണ്ട് നമ്മൾ കോവയ്ക്കയിലേക്ക് മാറി. വേറെ കറിയൊന്നും വേണ്ടല്ലോ. ഇനിയിപ്പം പുതിയ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാലും പഴയ കറിയൊക്കെ വേസ്റ്റായി പോകും. അതുകൊണ്ട് ഇതൊക്കെ ഉള്ളു ഇന്നത്തെ കറി. ഇനിയും ഈ കറിയെല്ലാം തീർന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി പുതിയ കറിയിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ ഇന്നലെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞില്ല കരിമംഗലത്തിൻ്റെ ടിപ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരുപാട് പേര് കേട്ടോ, ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞ അന്ന് തൊട്ട് ഞങ്ങൾ ചെയ്ത് തുടങ്ങിയതാണ്, നല്ല മാറ്റമുണ്ട് ചേച്ചി, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻറ്റ്സ് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പോഴത്തേക്കും. പിന്നെ അതിനകത്ത് നെഗറ്റീവും വന്നിട്ടുണ്ട് കേട്ടോ. പോസിറ്റീവും മാത്രമല്ല ഞാൻ പറഞ്ഞ നെഗറ്റീവും വന്നിട്ടുണ്ട്. ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി എന്നിട്ട് മാറിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയത്തില്ല. അത് കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് അത് മാറാത്തത്. കറക്റ്റായിട്ട് ചെയ്തവർ പിന്നെ ഇന്നലത്തെ എൻ്റെ വീഡിയോയിലാന്ന് തോന്നുന്നു കമൻറ്റ് ഇട്ടിരിക്കുന്നത്.
ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ എന്തെങ്കിലും ടിപ്സ് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടു എന്നറിയുമ്പോഴത്തെ സന്തോഷം അല്ലേ, എന്തോ ഒരു സന്തോഷം അല്ലേ, ഇത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം തന്നെയാണ്. പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ. ഇതിനകത്ത് എണ്ണ കുറവാണ് തോന്നുന്നു, ഇച്ചിരി എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തില്ല. എണ്ണ ഒഴിച്ചില്ലെന്ന് തോന്നുന്നു, കുറയില്ലായിരുന്നു തോന്നുന്നു. എല്ലാവർക്കും കറിയും ചോറും ഒക്കെ ആയോ? ഇന്ന് മണി 11:30 എങ്ങാണ്ട് ആയേ ഉള്ളൂ കേട്ടോ. ഇതോടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് പോയി സ്വസ്ഥായിട്ട് നിൽക്കാമല്ലോ. അപ്പം അതവിടെ കിടന്ന് ആകട്ടെ അല്ലേ. ഇത് കണ്ടോ, എനിക്കും കിട്ടിയല്ലോ ചക്കപ്പഴം. ഇത് ഞങ്ങളുടെ തൊട്ട് പുറകുവശത്ത് താമസിക്കുന്ന ചേച്ചി തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് കണ്ടപ്പം തന്നെ എന്നാ വെട്ടി മുറിച്ച് തിന്നേക്കാന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. ചക്ക, കപ്പ, മാങ്ങയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ തിന്നും. എത്ര വേണ്ടെന്ന് വെച്ചാലും നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ അല്ലേ. അപ്പം ഇത് വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്ക ആകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വരിക്കച്ചക്ക വെച്ച് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ശരിക്കും അങ്ങോട്ട് അരച്ചെടുത്താൽ മതിയായിരിക്കുമല്ലോ. അപ്പം ഞാനിപ്പോൾ ഇതൊന്നും നോക്കട്ടെ, ചിലപ്പോൾ തോന്നിയാൽ നമ്മളങ്ങ് അറിയാതെ ഉണ്ടാക്കി പോകത്തില്ലേ. എല്ലാവരും ദിവസം എന്നെ നമ്മുടെ ആ ചേച്ചിയൊക്കെ ഇല്ലേ, നമ്മുടെ അങ്കമാലി ചേച്ചിയും എല്ലാവരും നദീനയും ജോമയും എല്ലാവരും എന്നെ ചക്ക കാട്ടി കൊതിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം പോലും നിനക്ക് ഇച്ചിരി വേണോടി എന്ന് ഒരു മനുഷ്യർ പോലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ആർക്കെങ്കിലും ചക്ക വേണമെന്നുണ്ടെങ്കിൽ വരാൻ കേട്ടോ. എല്ലാവർക്കും തരാമേ. ഉള്ളതെല്ലാം നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം അല്ലേ. ചകനെ വരത്തില്ല, നല്ല മധുരമുണ്ട് കേട്ടോ. മഴ പെയ്തെങ്കിലും മധുരമുള്ള ചക്കയാ. ഇന്നിപ്പം ഞാനെന്തോ ചെയ്യാൻ പോകുന്നതെന്നറിയാം. ഇതിനെല്ലാം അലത്തി ചക്കക്കുരു എല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കും. അപ്പോഴുണ്ടല്ലോ നമുക്ക് പെട്ടെന്നല്ലേ എളുപ്പം എടുത്ത് തിന്നാം. അതാണല്ലോ നമ്മുടെ ഉദ്ദേശം അല്ലേ. അപ്പം ഇതെല്ലാം ഇനി എടുത്ത് പാത്രത്തിലാക്കി വെച്ചാലല്ലേ നമുക്ക് സമാധാനമാകത്തുള്ളൂ. പച്ചച്ചക്ക ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം അവിയലും വെച്ചേനെ. ഭയങ്കര ഇഷ്ടമാണ് ചക്ക. രവിച്ചേട്ടൻ ഇവിടെ പറയും ചക്കയുടെ മടല് വരത്തിക്കുമെന്നാൽ. ചക്കയുടെ മടല് തിന്നത്തില്ല കേട്ടോ. ചക്കയുടെ മടല് തിന്നത്തില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പം നമ്മൾ ആ ചക്കയോടുള്ള അത്ര ഇഷ്ടം കൊണ്ട് നമ്മളങ്ങനെ പറയുന്നതാ അല്ലേ. ചക്കച്ചോട എല്ലാം അടച്ച് ഞാനൊരു പാത്രത്തിലാക്കി ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. എല്ലാം അടത്തിയെടുത്തു. ഇനി എളുപ്പം തിന്നാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുമല്ലോ ഞാനിപ്പോൾ അവിടെ പോയിരുന്നത് തിന്നാൻ പോകാമെന്ന്. അതെ, സത്യമായിട്ടും അതെ. അവിടെ പോയിരുന്ന് കുറച്ച് തിന്ന് തീർക്കും, അതിൻ്റെ അവിടെ ബാക്കി ഫ്രിഡ്ജിലോട്ട് കയറ്റി അങ്ങ് വെച്ചേക്കും. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കാണാം കേട്ടോ. അപ്പം നമുക്ക് ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു സെറ്റും മുണ്ടൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനെങ്ങും പോകുന്നൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ചെയ്യുന്നതേ ഉള്ളൂ വീഡിയോ. അപ്പം സെറ്റും മുണ്ടും എടുക്കുമ്പം മുണ്ട് ഏതാ നേരിത് ഏതാന്ന് അറിയാൻ വയ്യാത്ത പാർട്ടികളും ഇഷ്ടമാതിരി ഉണ്ട്. അതെങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളം കൂടിയതും വീതി കുറഞ്ഞതും അതാണ് നമ്മുടെ നേരിത്. മനസ്സിലായല്ലോ. നീളം കൂടിയതും വീതി കുറഞ്ഞതുമാണ് നമ്മുടെ നേരിതായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിന് നീളം കൂടുതലാണ്, വീതി കുറവാണ്. ഇതാണ് നേരിതായിട്ട് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, വീതി കുറവാണ്. ഇത്രയും വീതിയേ ഉള്ളൂ. കണ്ടോ, ഇതാണ് നേരിത്. ഇപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇതിന് നീളം കൂടുതലായിരിക്കും, വീതി കുറവായിരിക്കും. മുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നീളം കുറവും വീതി കൂടുതലുമായിരിക്കും. കണ്ടോ, അതിനെക്കാട്ടിൽ വീതി ഉണ്ട്. ഇത് മുണ്ടായിട്ട് എടുക്കുന്നത്. അപ്പം ഇതിപ്പം ഇവിടെ ഇരിക്കട്ടെ. അപ്പം ആദ്യം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ നേരിതിന് ഞാൻ ഫ്ലീറ്റ് എടുത്ത് വെക്കും. ഞാൻ ഫ്ലീറ്റ് എടുത്ത് വെക്കുന്നത് ചിലവരെടുക്കുന്നത് ഇത് മാതിരി എടുക്കും. ഫ്ലീറ്റ് ഇതേപോലെ എടുത്താലും മതി. പക്ഷെ എനിക്കത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്കത് അങ്ങനെ എടുത്തു വരുമ്പോൾ ചിലതൊരെണ്ണം നമ്മളിങ്ങനെ അടുക്കി എടുത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിൽ കൂടെ ചിലപ്പോൾ ഒരെണ്ണം വിട്ടൊക്കെ പോരും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീതി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇത്രയും വീതിയിലെടുക്കും. എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ തീർത്ത് വീതി കുറച്ചെടുക്കത്തില്ല. അതായത് ഈ വീതിയിലെടുക്കും. എന്നിട്ട് പയ്യനെ നമ്മൾ ഇതേമാതിരി അടുക്കിയെടുക്കും.
കണ്ട എളുപ്പമാണ്. നമ്മളിങ്ങനെ തേക്കുന്ന ടേബിളിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇങ്ങനെ അറിയാൻ വയ്യാത്തവർ മറ്റേ രീതിയിൽ എടുക്കണം. എനിക്ക് ഇങ്ങനെ എടുക്കുന്നതാണ് എന്താ പറയുന്നതിന് സംതൃപ്തി എന്നൊക്കെ പറയുന്നില്ലേ, എനിക്ക് ഇങ്ങനെ എടുത്താൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. കണ്ട എടുത്തു കഴിഞ്ഞു, പെട്ടെന്നല്ലേ എടുത്തേ. എന്നിട്ട് ഇനി നമ്മളെ ഇതിനെ നന്നായിട്ട് അടുക്കിയെടുക്കണം. ചിലവരിങ്ങനെ വാതിലൊക്കെ ഇട്ടെടുക്കും. ഞാൻ അങ്ങനെയൊന്നും പോകാറില്ല കേട്ടോ. ഇപ്പം ചിലവർ പറയും പെട്ടെന്ന് സെറ്റും മുണ്ടും കൊടുക്കുന്ന രീതി കാണിച്ചു തരാഞ്ഞിട്ട് എത്ര നേരമായിട്ട് എടുക്കുവാന്ന്. പക്ഷെ അങ്ങനല്ല, നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോഴത്തേക്ക് നമ്മളിതിന് കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ തന്നെത്താനെ എടുക്കുവാണെങ്കിൽ എനിക്കിപ്പം അധികം നേരമൊന്നും വേണ്ട ഇതൊക്കെ എടുത്ത് ഞൊറഞ്ഞു കുത്തി പോകാനൊക്കെ. പക്ഷെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സമയം എടുക്കും. കേട്ടോ, എടുത്തു. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേക്കും. ഇത് തേച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഇരിക്കും. കേട്ടോ, പൊട്ടി ചൂടാക്കി വെച്ചിട്ടാണ് ഈ പണിക്ക് പോയത്. ഇതേമാതിരി നന്നായിട്ട് തേക്കണം. നമ്മൾ ഇവിടെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തോളിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ അകന്നകന്ന് വരും. അകന്ന് വരാതിരിക്കാനായിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുത്താലും മതിയാവും. ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. പിന്നെ എടുത്തിട്ട് കാണിച്ചു തരാം അതെങ്ങനെ കുത്തുന്നതെന്ന്. അത് നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ ആ പിന്ന് കാണുകയും ചെയ്യരുത്. അതുപോലെ വേണം കുത്തിയെടുക്കാനായിട്ട്. ഇനി ബാക്കി നമുക്ക് അടുക്കിയെടുക്കാൻ ഒരു പാടുമില്ല. നമ്മൾ അത്ര അടുക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നാണ് ഞാൻ സാരി ഉടുക്കുന്ന കാണിച്ചില്ലേ, സാരിയുടെ ഫ്ലീറ്റ് എടുക്കുന്ന ഞാൻ കാണിച്ചു തന്നായിരുന്നു. അതുപോലെ തന്നെ ഇതും അടുക്കിയെടുക്കാം. പക്ഷേ ഇതാകുമ്പോഴത്തേക്കും അധികം പാടില്ലല്ലോ സെറ്റും മുണ്ടിനും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇതേമാതിരി അടുക്കിയെടുക്കുക. അപ്പം നല്ല എല്ലാ ഫ്ലീറ്റും ഒരുപോലെ ഇരിക്കും. അപ്പം ഇങ്ങനെ താഴോട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ വരുത്തൂല്ല കേട്ടോ. നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത്രയും മനസ്സിലായല്ലോ. അപ്പം ഞാൻ ബാക്കി ഇങ്ങനെ താഴോട്ടും കൂടെ തേച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ലെന്തായിപ്പോവും വീഡിയോ. കണ്ടോ, ഇതുമാതിരി ഫ്ലീറ്റ് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പം ഇത് നമ്മൾ ഫ്ലീറ്റ് എടുത്ത് വെച്ചാൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെറ്റീപ്പം കുത്തി കൊടുക്കാം. ഇപ്പം നമ്മൾ സെറ്റീപ്പൻ ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഉടുത്തോണ്ട് പോകുമ്പോഴും സെറ്റീപ്പം കുത്തി കൊടുക്കാം. പക്ഷെ അത് ആരും കാണരുത്. അതിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു ഫ്ലീറ്റ് ഇവിടെ നിന്ന് അങ്ങ് വിട്ടിട്ട് ഇവിടെ എല്ലാം കൂടെ ചേർത്ത് ഒരു പിൻ ചെയ്തങ്ങ് വെച്ചേക്കണം. കണ്ട, കാണിച്ചു തരാവേ. ഇത് കണ്ട, ഇങ്ങനെ വെക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ഇതാരും കാണത്തില്ല. കണ്ട, ഇങ്ങനെ അങ്ങ് വെക്കുക. കണ്ട, ആരും കാണത്തില്ല. ഇപ്പുറത്ത് ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ ഇങ്ങനെ അകന്നകന്നകന്ന് പോവില്ല. പിന്നെ നമുക്ക് ഇത് ഉടുക്കുന്നിടം വരെ നമ്മൾ ഉടുത്ത് ഒരു ഇതാകുന്നിടം വരെ ഈ ഫ്ലീറ്റ് പോകാതിരിക്കാനായിട്ട് ചുമ്മാതെ ഞാനിവിടെ വെറുതെ കുത്തി വെക്കുക. നമ്മൾ ഉടുക്കുമ്പോൾ ഇത് ഊരും കേട്ടോ. ഇനി ഉടുക്കുന്ന കാണിച്ചു തരാം. ഇപ്പം ഇത്രയായില്ലേ, ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് നടക്കും കേട്ടോ. ഇനി അടുത്ത് നമുക്ക് മുണ്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഉടുക്കുന്നത്. ഇനി നമുക്ക് മുണ്ടുടുക്കാം. നമ്മുടെ നേരത്തിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മുണ്ടുടുക്കാം. മുണ്ടുടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിയിരുന്നോണം. അപ്പം ഞാനിവിടെ ഒരു അണ്ടർ സ്കേർട്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ഈ അണ്ടർ സ്കേർട്ട് കെട്ടുമ്പോഴത്തേക്കും വലത്ത് സൈഡിൽ കെട്ടുക. ഞാൻ എപ്പോഴും സാരി ഉടുക്കുമ്പോഴാണെങ്കിലും വലത്ത് സൈഡിലാണ് കെട്ടുന്നത്. എല്ലാവരും സെറ്റ് ഉടുക്കുമ്പോൾ പ്രത്യേകിച്ച് വലത്ത് സൈഡിൽ കെട്ടുക. മനസ്സിലായല്ലോ? വലത്ത് സൈഡിൽ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മുണ്ട് വലത്ത് വശത്ത് കുത്തരുത്. മനസ്സിലായല്ലോ? ഒരിക്കലും വലത്ത് വശത്ത് നമ്മൾ അണ്ടർസ്കേർട്ട് കെട്ടി വെക്കുക. എന്നിട്ട് അവിടെ തന്നെ കുത്തി സെറ്റ് കൊടുക്കാൻ തുനിയരുത്. നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇടത്ത് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. ഇത് കാണിച്ചു തരാവേ. ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇതിപ്പം ഞാൻ വെറുതെ ഒന്ന് കുത്തി കൊടുക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുക്കുമ്പോഴത്തേക്കും ഇത് നമ്മുടെ നടുക്ക് വരണം. എനിക്കിങ്ങനെ നടുക്ക് വരുന്ന ഉടുക്കുന്നതാണ് എനിക്കിഷ്ടം. ചിലവർ സൈഡിലോട്ട് ഉടുക്കുന്ന കാണാം, എനിക്കത് ഇഷ്ടമല്ല. അപ്പം ഞാൻ നടുക്ക് നമ്മുടെ ഈ സെൻറ്ററിൽ ഇത് കൊണ്ടുവരിക. മനസ്സിലായല്ലോ? അത്രയും. എന്നിട്ട് നമ്മുടെ ഈ തുമ്പുണ്ടല്ലോ, ഈ തുമ്പ് നമ്മളിങ്ങനെ അകത്തോട്ട് മടക്കി കൊടുക്കുക. കണ്ട, ഇത് കണ്ട. ഇനി ഒന്നും കൂടെ മടക്കണമെങ്കിലും മടക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മടക്കാം. ഇത് മാത്രം കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പുറത്തൊരു ഇതും കൂടെ ഉണ്ട്, അത് കാണണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മടക്കി കൊടുക്കുക. മനസ്സിലായല്ലോ? തീരെ വീതി കുറച്ചാണെങ്കിൽ അതനുസരിച്ച് മടക്കുക.
പിന്നെ ഇതുപോലെ ഫ്ലീറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. പക്ഷെ എനിക്ക് ഇത് അപ്പം നല്ലതായിട്ട് നമുക്ക് കിട്ടും, നല്ല വീതി കുറച്ച് കിട്ടും. പക്ഷെ എനിക്ക് ഇങ്ങനെ ഫ്ലീറ്റ് എടുത്ത് കൊടുക്കുന്ന എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ സൈഡ് ഞാൻ എന്തായാലും മടക്കും. ഈ സൈഡ് നമ്മൾ മടക്കി കൊടുക്കുക. എന്നിട്ട് മടക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ, നമ്മുടെ അയൺ ബോക്സ് വെച്ചിട്ട് ഒന്നൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. മനസ്സിലായല്ലോ? അതായത് ഇങ്ങനെ കിട്ടും. മനസ്സിലായല്ലോ? ഇത്ര മനസ്സിലായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ സെൻട്രൽ പോർഷനിൽ വന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇങ്ങനെ ഇതിനെ ഒന്ന് കുത്തി കൊടുക്കുക. ഫുള്ളായിട്ട് കുത്താണ്, നമ്മൾ ഉടുത്ത് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് കുത്തരുത് പറയുന്നത് കേട്ടോ. ഇങ്ങനെ കുത്തുക കേട്ടോ. അപ്പൊ ഇത് നടുക്ക് തന്നെ വരും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുക അല്ലെ, ഇതിനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാം. നമ്മൾ ഇങ്ങോട്ട് ഇതിനെ വലിക്കുക. ഇങ്ങനെ വലിച്ചു മുറുക്കിയതിന് ശേഷം ഇതിനെ ഇവിടുന്ന് പയ്യനെ ഇങ്ങോട്ടൊന്ന് എടുക്കുക. കുത്തി വെച്ചിട്ടില്ലല്ലോ നമ്മൾ. എന്നിട്ട് എടുത്തിട്ട് ഇതിനെ കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കി നമ്മുടെ അങ്ങോട്ട് കുത്തി കൊടുക്കുക. പാവാടയിലോട്ട് നല്ലതായിട്ട് കുത്തി കൊടുക്കുക. അപ്പം നമുക്കിത് നമ്മുടെ സെൻട്രൽ തന്നെ വന്നു. കണ്ടില്ലേ? എന്നിട്ട് ഇതിവിടെ നമ്മൾ കുത്തി കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അങ്ങോട്ട് മൊത്തം നന്നായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വണ്ണം തോന്നിക്കും. ഇത് ഇപ്പം ഞാൻ ഉടുത്ത് കഴിയുമ്പോൾ ഒരു ഉപ്പും ചാക്കായും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇതിൻ്റെ അടിയിൽ ചുരിദാറിൻ്റെ ബോട്ടമുണ്ട്, പാവാടയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനല്ലല്ലോ. അതെ, ഇതേമാതിരി നടുക്കുതാ ഇങ്ങനെ കിട്ടും. കണ്ടോ? നല്ല ഭംഗിയല്ലേ? എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മളിങ്ങനെ നമ്മൾ പാവാട ഇട്ട് ആ പാവാടയ്ക്കകത്തോട്ട് ഇങ്ങനെ തിരികെ വെച്ച് കൊടുക്കുക. തിരികെ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഭയങ്കരമായിട്ട് അങ്ങ് കുത്തി കയറ്റി അങ്ങനെ വെക്കരുത്. നല്ല ഭംഗിയായിട്ട് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വണ്ണം തോന്നിക്കും കേട്ടോ. പ്രത്യേകിച്ച് വണ്ണം ഉള്ളവരാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് വണ്ണം തോന്നിക്കും. അതുകൊണ്ട് അങ്ങനെ ആകാൻ പാടില്ല. ഇപ്പം നല്ല ഭംഗിയായിട്ട് കൊടുക്കുക. കണ്ടോ? ഇപ്പം നമ്മുടെ മുണ്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. കണ്ടോ? പെട്ടെന്നല്ല മുണ്ടെടുത്തത്. കണ്ടോ? നമ്മുടെ മുണ്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ സെറ്റ് കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. ഇവിടെ നന്നായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് അയൺ ബോക്സ് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ഇപ്പം ഇത് സെൻട്രൽ തന്നെ വന്നു. ഇപ്പം നമുക്ക് വണ്ണം ഒന്നും തോന്നിക്കുന്നില്ല. നല്ല അടുത്ത ഇതേമാതിരി റാപ്പ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? ഇങ്ങനെ നിൽക്കരുത്. ഇങ്ങനെ ഒന്നാമത് വണ്ണം ഉള്ളവർക്ക് ഭയങ്കര വണ്ണം തോന്നിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ കൊത്തി കൊടുക്കും. അപ്പം നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ഞാനിതെല്ലാം കൂടി ഇട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എൻ്റെ വണ്ണം തോന്നിയില്ല. ഒട്ടും വണ്ണം തോന്നിക്കത്തില്ല. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നേരിതിനെ നമ്മളിങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടോ? ഒരുപാടുമില്ല. കണ്ടോ? ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര തുമ്പാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തുമ്പിലിട്ട് കൊടുക്കണം. പിന്നെ സെറ്റും മുണ്ടും തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല വണ്ണവും പൊക്കവും ഒക്കെ ഉള്ളവർക്കാകുമ്പോഴത്തേക്കും നീളമുള്ള സെറ്റും മുണ്ടും വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. 280 എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല നീളം. പക്ഷെ എനിക്കത് പറ്റത്തില്ല, എനിക്ക് കുറച്ച് പൊക്കക്കുറവായതുകൊണ്ട് 280 എടുത്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാവോ, നമ്മൾ ഈ നേരിത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പുറകിൽ ഇങ്ങനെ കോണായിട്ട് വരത്തില്ലേ, അത് നിലത്ത് മുട്ടും. പക്ഷെ എന്നാലും ഞാനത് എടുക്കും. വലുതെടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് പൊക്കത്തിനനുസരിച്ചിട്ട് ഞാനിവിടെ എനിക്കൊരു തയ്യക്കാരൻ ചേട്ടനുണ്ട്, എനിക്ക് അത് നമ്മളതിൽ നിന്ന് മുറിച്ച് കുറച്ചതാണെന്ന് പോലും അറിയത്തില്ല, അതുപോലെ എനിക്ക് ചെയ്തു തരും. മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിലൊക്കെ പിന്ന് കുത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, പിന്ന് ഊരിയില്ലല്ലോ. ഈ പിന്നിനെ പയ്യെ ഞാൻ ഊരി എടുക്കുവാണേ. ഊരി എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ എത്ര ഇറക്കം വേണ്ടതെന്നനുസരിച്ച് അതനുസരിച്ച് നമ്മൾ ചെയ്യുക. ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു തുമ്പെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കും. ഇതിങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ഈ ബാക്കിൽ തന്നെ വരണം. കണ്ടാ? കാണാൻ പറ്റല്ലേ? കണ്ടാ? ഇതിങ്ങനെ ബാക്കിൽ തന്നെ വരണം. കണ്ടാ? ഇതിങ്ങനെ ബാക്കിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അതിനൊരു ഭംഗി കിട്ടത്തുള്ളൂ. കണ്ടാ? ഇങ്ങനെ വരണം. എന്നിട്ട് നമുക്ക് ഇതിവിടെ വെറുതെ ഒന്നിങ്ങനെ കുത്തിവെച്ചതിന് ശേഷം ഇനി ഇവിടെ ശരിയാക്കണം. ഇവിടെ ശരിയാക്കുന്നത് ഞാൻ അന്ന് സാരി കൊടുത്തപ്പം കാണിച്ചു തന്നായിരുന്നു ഇവിടെ എങ്ങനെയാ ശരിയാക്കുന്നതെന്ന്. ഇവിടെ ചിലവർക്ക് ഇങ്ങനെ കുത്താണ്ട ഇവിടെ എന്നിട്ട് സെറ്റിപ്പം കുത്തണം കേട്ടോ. കുത്തിയിട്ട് വേണം ഈ പണിക്കൊക്കെ പോകാനായിട്ട്. ഇവിടെ ഇങ്ങനെ ഞാൻ കുത്തി വെക്കുക സെറ്റിപ്പ്.
അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ ഫ്ലീറ്റ് എല്ലാം കൂടെ പോകും. കുത്തിയതിന് ശേഷം നമ്മളിവിടെ ഭംഗിയായിട്ട്, അങ്ങനെ വേണ്ടാത്തവർ കുത്തണ്ട കേട്ടോ, വേണ്ടവർ കുത്തിയാൽ മതി. ഞാൻ എന്തായാലും കുത്തും. ഞാൻ എന്താ കുത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞു തന്നായിരുന്നു. അല്ലെങ്കിൽ ഈ താഴത്തെ ഇത് കയറി 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 ഇങ്ങനെ വരും. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ മടക്കി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദാ ഇങ്ങനെ കുത്തും. എന്നിട്ട് ഇനി ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ദാ ഇത് കണ്ടോ, ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇങ്ങനെ പിടിച്ചിട്ട് ദാ ഇവിടെ ഒരു പിൻ ചെയ്യും. ഇവിടെ ഇങ്ങനെ കുത്തത്തില്ല, ഞാൻ കുത്തി കഴിയുമ്പോൾ ആ ബോർഡർ ഭംഗിയില്ലാതെ വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ചിലവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് വെച്ചങ്ങ് ഇങ്ങനെ മടക്കി ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. കണ്ടോ, ഇതാണ് സെറ്റ് മുണ്ട്. അല്ല, ഇങ്ങനെ കുത്തേണ്ടവർക്ക് കുത്താം, പക്ഷെ ഞാൻ കുത്തത്തില്ല. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കത്തേ ഉള്ളൂ. കണ്ടോ, നല്ല ഭംഗിയായിട്ട്. പിന്നെ കുത്തേണ്ടവർക്ക് കുത്താൻ കേട്ടോ, പക്ഷെ എല്ലാവരും കുത്തുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇത് നന്നായിട്ട് കാണാൻ പറ്റും. കേട്ടോ, ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മടക്കി ചെയ്യുന്നത്. മടക്കി ചെയ്താലും നല്ലതാ, ചെയ്തില്ലെങ്കിലും നല്ലതാ. പെട്ടെന്ന് ഉടുത്തിട്ട് ഓടണമെങ്കിൽ മടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഓടുക പതിവുണ്ട്. കണ്ടോ, എളുപ്പമല്ലേ സെറ്റ് മുണ്ട്? കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. കണ്ടോ, എളുപ്പമാണ്. ഇതുമാതിരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ മടക്കി വെക്കേണ്ടവർക്ക് വെക്കാം, പക്ഷെ ഞാൻ മടക്കി വെച്ചില്ല, എനിക്കത് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. കണ്ടോ, അപ്പൊ എല്ലാവരും ഈ രീതി ട്രൈ ചെയ്ത് നോക്കണം. ഒരു പാടുമില്ല, എളുപ്പമാണ്. അതുപോലെ നമ്മൾ ബാക്കില് ഈ സെറ്റിന്റെ ഈ താഴെ ഉണ്ടല്ലോ, അത് ഇതുപോലെ കോണായിട്ട് വരണം കേട്ടോ. കണ്ടല്ലോ, കണ്ട, ഇതുപോലെ കോണായിട്ട് വരണം. കാണാമല്ലോ അല്ലേ? ഇങ്ങനെ വരണം. കണ്ട, സെറ്റും മുണ്ടും ഉടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എത്ര ഇതാണേലും അല്ലെ, സെറ്റും മുണ്ടും ഉടുത്ത് കഴിയുമ്പം എല്ലാവർക്കും ഒരു ഭംഗി തന്നെയാണ്. അപ്പം ഇനിയിപ്പൊ ഓണം വരുന്നതേ ഉള്ളൂ. അപ്പൊ ഓണത്തിന് എല്ലാവരും സെറ്റും മുണ്ടും കൂടി തന്നെ കാണിച്ചു തരണം കേട്ടോ. എല്ലാവരും കമന്റ് ഒക്കെ ഇടണം. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? എളുപ്പമാണ്, ഉടുക്കാൻ എളുപ്പമാണ്. അപ്പൊ ആർക്കും തിരിഞ്ഞു പോകരുത്. സെറ്റ് ഏതാ മുണ്ട് ഏതാന്ന് മനസ്സിലാക്കേണ്ട എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ അടിപൊളിയായിട്ട് ചെയ്യണം. ഇവിടെ ഇങ്ങനെ കുത്താൻ താല്പര്യം ഇല്ലാത്തവർ കുത്തണ്ട കേട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെ സെറ്റിപ്പൻ കുത്തി വെച്ചിട്ടുണ്ട്, വേണ്ടാത്തവർ കുത്തണ്ട. പിന്നെ ഞാനിപ്പോൾ എല്ലാം കൂടി ഇപ്പം നമ്മളെങ്ങും പോകണ്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് കണ്ടോ, ഇതെല്ലാം കൂടെ പിടിച്ചും കൂടെ ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നന്നായിട്ട് നിൽക്കും. ഇവിടെ ഇങ്ങനെ കുത്തുന്നതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ എന്നെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറയുന്നത്, ഇവിടെ ഈ പിന്ന് കുത്തിയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ താഴത്തെ ഈ ഫ്ലീറ്റില്ലേ, ഈ ഫ്ലീറ്റ് പൊക്കത്തിലോട്ട് കയറിയിട്ട് ഈ ബോർഡർ നമുക്ക് കാണാൻ വയ്യാതെ വരും. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞ, എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞ്, ഓരോരുത്തരുടെയും ശരീരഘടന അതുപോലെ ആയിരിക്കുമല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്നെ പോലുള്ളവർ കാണുമല്ലോ, ഇതുപോലെ പുതുക്കുകൊണ്ടുള്ളവരൊക്കെ കാണുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവര് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇവിടെ ഇരിക്കും. കണ്ടോ, സൂപ്പറായിട്ട് ഇരിക്കത്തില്ലേ? അപ്പൊ ഈ സെറ്റ് മുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഇത് കുറവാണ്, നീളം ശകലം കുറവുണ്ട് ഇതിന്. ഇത് പക്ഷെ ഞാൻ കടയിൽ പോയപ്പോഴത്തേക്ക് ഇതിന്റെ കളറ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ചാടി എടുത്തതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ശകലം നീളക്കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, ഇത്രയും തുമ്പുണ്ട് കേട്ടോ, കുഴപ്പമില്ല. പൊക്കം അധികം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമുക്ക് വലിച്ചു കുത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കൂടെ വലുതാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് അങ്ങ് കുത്തി വെക്കാൻ പറ്റും. ഇതിപ്പോ അങ്ങനെ അത്രത്തോളം അങ്ങോട്ട് കിട്ടത്തില്ല. അത് ഇവിടം വരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ശകലം ചെറുതാണിത്, അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എല്ലാവരും കസവിന്റെ സെറ്റും മുണ്ടും അല്ലേ. അപ്പൊ എൻ്റെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും പക്ഷെ എൻ്റെ കയ്യിൽ ഇഷ്ടമില്ല, മിക്ക കളറും തന്നെ ഉണ്ട് കേട്ടോ. സെറ്റിക്ക് ഭയങ്കര ഇഷ്ടം, ഗമ പറഞ്ഞു ഒന്നുമില്ല കേട്ടോ, മിക്ക കളറും ഉണ്ട്. അപ്പൊ ഇനി പിന്നെ സെറ്റും മുണ്ടും എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഇല്ലാത്ത കളർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ നടക്കുന്നത്? എപ്പോഴും പച്ച, ചുമല അങ്ങനെയൊക്കെയുള്ള കളറുകളാണ് കൂടുതലും അല്ലേ. അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് കസവിന്റെ 2 ഇരിക്കുന്നത്, അപ്പം അത് വേണ്ട, ഇത് മതിയെന്നും പറഞ്ഞിട്ട് പോയി. ഇപ്പം ഈ ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ഉടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. അപ്പൊ അങ്ങനെ പോയി എടുക്കുന്നതായിട്ടോ. എല്ലാവരുടെ കയ്യിലും കാണാം, എല്ലാവരും എന്നെ പോലത്തെ വട്ട് കേസുകളൊക്കെ കാണുമല്ലോ, ഇതുപോലെ തുണിയോട് കമ്പമുള്ളവർ കാണുമല്ലോ. എനിക്ക് സെറ്റിനോടും ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുക്കും.
പിന്നെ സെറ്റ് മുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനപൂന വിലയുടെ ഒന്നും ഞാൻ എടുക്കാറില്ല. ആനപൂന വിലയുടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ സെറ്റ് മുണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. പിന്നെ വല്ലപ്പോഴും ഒക്കെ വില കൂടിയതൊക്കെ എടുക്കും. കശവിൻ്റെ സെറ്റിൻ്റെ ഇരിക്കുന്ന അത് കുറച്ച് വിലയുള്ളതാണ്. ഇതിനൊന്നും അധികം വിലയില്ലെന്നേ. അതുകൊണ്ട് ഞാനിങ്ങനെ പോയി എടുക്കും. പക്ഷെ കാണാനായിട്ട് ഭംഗിയല്ലേ ഇത്. അപ്പം ഇതുപോലെ സെറ്റ് മുണ്ട് എല്ലാവരും ഉടുത്ത് നോക്കുക കേട്ടാ. അപ്പം നമുക്ക് പിന്നെ കാണാം. അപ്പോഴേ ഞാനിന്നലെ ഫിലിമിന് പോയ കാര്യം പറഞ്ഞില്ലല്ലോ. ഫിലിമിന് പോകുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നല്ല സൂപ്പർ ഫിലിമാട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ, എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പക്ഷെ ഒത്തിരി ചിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ചിരിക്കുന്ന ഫിലിം കാണുന്ന ഇഷ്ടം. കാരണം പൈസ കൊടുത്തിട്ട് കരയേണ്ട കാര്യമില്ലല്ലോ, ചിരിക്കുന്നതല്ലേ നല്ലത്. നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. ഇഷ്ടമാതിരി ആളും ഉണ്ടായിരുന്നു കേട്ടോ. തിയേറ്റർ ഫുള്ളെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ തിയേറ്ററിനകത്തിരുന്നപ്പം ഒരു കുഴപ്പമില്ല. വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് പൂര മഴ. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നും മഴ തോരുന്നില്ലെന്ന് കണ്ടു. മഴ നനഞ്ഞിങ്ങനെ അങ്ങ് പോകുന്നു. കാരണം മഴ നനഞ്ഞിട്ട് കുറേ നാളായില്ലേ. അപ്പം മഴ നനഞ്ഞേക്കാന്ന് വിചാരിച്ച് മഴ നനഞ്ഞു വന്നു. ഇവിടെ വന്നിട്ട് മഴ തോർന്നൊന്നും ഇല്ലായിരുന്നു. അപ്പം അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ഇവിടെ വീട്ടിൽ കയറിയിട്ട് വീഡിയോ ഒക്കെ അതിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നലത്തെ കുറച്ച് വീഡിയോയും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് എല്ലാവരും വീഡിയോ കാണണേ. ഇന്ന് മഴ കാരണം ഞങ്ങൾക്ക് കുറേ നാളായില്ലേ മഴ കിട്ടിയിട്ട്. അപ്പോൾ മഴ കിട്ടിയപ്പോഴത്തേക്ക് ഒരു ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ വിചാരിച്ചത് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പം നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഞങ്ങളിപ്പം ഫിലിമിന് പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. മൊത്തം നനഞ്ഞൊലിച്ച് വന്ന് കയറി. അങ്ങനെ ആലപ്പുഴയിൽ മഴയില്ലേ എന്നും പറഞ്ഞിരുന്നിരുന്ന് ഞങ്ങൾ ആലപ്പുഴക്കാർക്കും മഴ കിട്ടിയേ. കണ്ട നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ മൊത്തം നനഞ്ഞൊലിച്ചാണ് വന്നത്. 2 വീലറും കൊണ്ടല്ലേ പോയത്. പിന്നെ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ മഴ തോരത്തില്ലെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നിന്നിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ ഹെൽമെറ്റൊക്കെ വെച്ച് ഇങ്ങോട്ട് പിടിപ്പിച്ചങ്ങ് കേട്ടോ. അടിപൊളി മഴ മിറ്റമെല്ലാം നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കേട്ടോ. ഞങ്ങൾ വന്നത് നല്ല മഴയത്തായിരുന്നു. നിന്ന് കഴിഞ്ഞാൽ മഴ തോരത്തൊന്നുമില്ലെന്നേ. പിന്നെ നമ്മൾ താമസിക്കുമോ എന്തായാലും ഇവിടെ വന്ന് മേല് കഴിയണം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അതുമല്ല കുറേ നാളായില്ലേ നമ്മൾ മഴ നനഞ്ഞിട്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു ദേഹത്തൊക്കെ ആണെങ്കിൽ നിറച്ച് ചൂടുകുരുവൊക്കെ അല്ലേ. അപ്പോൾ ഭയങ്കര ചൊറിച്ചിലൊക്കെ അല്ലേ വേനൽക്കാലത്ത്. അപ്പോൾ ഈ മഴയൊന്ന് കൊണ്ടപ്പോഴത്തേക്ക് എന്താ ഒരു സുഖം, പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സുഖമായിരുന്നു മഴ നനഞ്ഞ് വരിക എന്നുള്ളത്. നല്ല അടിപൊളി കേട്ടോ, സൂപ്പർ. കുറേ നേരം നിന്ന് പെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഭൂമിയൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമാണ് അല്ലേ. അപ്പോൾ പെയ്യട്ടെ. ഇതിപ്പോഴെങ്കിലും തുറല്ലേന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് വെള്ളമൊന്നും കെട്ടിക്കിടപ്പില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ചൂടല്ലായിരുന്നു. അപ്പോൾ പെയ്ത ഉടനെ പെട്ടെന്ന് വെള്ളം അങ്ങ് താന്നുപോയി. അടുപ്പിച്ചടുപ്പിച്ച് പെയ്യുവാണെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ നിന്നിട്ട് നമ്മൾ പൈപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതിലെ കൂടെ പൊയ്ക്കോളും. പക്ഷേ ഇപ്പം എന്ത് കണ്ട, ഭൂമി ചുട്ടു പഴുത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വെള്ളം അങ്ങ് താണു പോയത്. ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത്. ഭയങ്കര നഷ്ടമായിരുന്നു ചെടിക്ക് വെള്ളം ഒഴിച്ചു. പക്ഷേ ഇങ്ങനെ മഴക്കോളുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നും പറ്റിക്കുമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട്, ഇന്നും പറ്റിയില്ലായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ചെടിക്കൊക്കെ വെള്ളമൊക്കെ കോരി ഒഴിച്ചിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.